പഴമൊന്നും എടുത്തില്ല, പഴം അങ്ങനെ അതിലുണ്ട്. എടുത്തോങ്ങള് പഴമൊന്നും എടുത്തില്ല, പഴം പെട്ടിയിൽ. അതാ പെട്ടിയിലുണ്ടേ, ഒരു പെട്ടിയാണേ. അതിലിഷ്ടംമാതിരി ഉണ്ട് തുറന്നു നോക്കുമ്പോ. പഴം മറ്റേത് കൊടുക്ക്, വേറൊന്നും അവിടെ പുറത്തുണ്ട്. മതിയോ? ഒരു വണ്ടിയുടെ ഉള്ളിൽ 2 മണിക്കൂർ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമോ? സുകന്യല്ലേ? എന്താ അത്രേ സുകന്യ ഇല്ലേ? നമ്മൾ കൊറേ ദിവസമായില്ലേ പറയണു നമ്മൾ ഓരോടത്തേക്ക് പോവാണെന്ന്. നമ്മളില്ലേ ആലപ്പുഴ എത്തിട്ടോ. ആലപ്പുഴതാ നമ്മള് ബോട്ടിലാണ്. നമ്മൾ എന്തിനാ വന്നതെന്നറിയോ? ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ആലപ്പുഴയിലല്ല ചോറ് കൊടുക്കാൻ വന്നത്, ആലപ്പുഴയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാട്ടോ നമുക്ക്. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ബോട്ട് കയറല്ലേ, തൊട്ട് നിർമ്മിച്ചിട്ട് കേറിക്കോളൂ. കുഞ്ഞുണ്ണിയോടെ എന്താ ഇളക്കണ്ടത്? അമ്മേനെ പിടിച്ചോ? അജിയടുത്ത് പറഞ്ഞ അമ്മേനൊക്കെ പിടിച്ചോളാൻ പറഞ്ഞ. ഇത് 2 എണ്ണാണല്ലേ? 2 എണ്ണാണല്ലേ? 2 എണ്ണാണേ. എങ്ങനെ മേലേക്ക് കയറുക? ആലോചിച്ചോണ്ടിരിക്കണ അടിയിലിരിക്കുന്ന സ്ഥലം. അതാ പൊന്നൂര് പിടിക്ക, മെല്ലെ മെല്ലെ പിടിക്ക്, അതിനെ എടുക്ക്. മതി 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 മതി. ഡ്രൈവർ കേറിക്ക. സുകന്യനെ പിടിക്കേ. കിച്ചു കിച്ചു താഴെ താഴെ മതി. അപ്പൊ അമ്മ പോണുണ്ട് പറഞ്ഞില്ലേ? ഇറങ്ങിക്കോളൂ. അതെ, ലെവലിലൊക്കെ നോക്കി അതിനി ഉണ്ടാവേ, ഇങ്ങനെ മണം ഉണ്ടാവും. ഛർദിക്കൂത്ര ചെലപ്പോ. ഇരിക്കും മോളില് കേറുന്നില്ലേ അപ്പൊ നിങ്ങള്? മോളിൽ കയറാൻ അയക്കുന്നില്ലല്ലോ ഇവരൊന്നും. മഴ ചാരിയില്ല, അതിന് മുകളില് സംഭവം ഉണ്ടല്ലോ. ഇരിക്കാടായിരുന്നു. എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ വിചാരിച്ചത് തന്നെയാണ്. അതിലാകുമ്പോ കിടന്നിട്ടൊക്കെ ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ എന്താണ്? ഇടുങ്ങി വരുന്ന മേലെ കയറിക്ക. എന്താണ് മേലേക്ക് കയറിയാലോ എന്തായാലും കാണാൻ പറ്റും. അല്ല, കുട്ടികളെ പെടുന്ന കേട്ടോ, കുട്ടികളെ പെടുന്ന മതിയേ. കുട്ടികളെ പെടുന്ന അതിന് പോവല്ലേ ഇപ്പൊ? മെയിൻ കായലിക്ക് 10 മിനിറ്റ് ഉള്ളു. പിന്നെയാണ് കായൽ കാണാൻ ആവോ? ഇത് ഒന്നിഷാ എന്താന്നറിയത്? ഓട്ടോഷ വെള്ളത്തിൽ പോണത്, വെള്ളത്തിൽ പോണ ഓട്ടോഷയുടെ അത്. എടി അതിന് പിടിച്ച് പോട്ട് പോണോക്ക്. അടിപൊളി 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 ഫോട്ടോകള്. അത് നല്ല രസല്ലേ? ഇതല്ലേ ഇനി ആർക്കും വേണ്ടത്? മധുരണ്ട് ചാടിക്കയറാന്നോ? ഇനി ഒന്ന് പോവാ നമുക്ക്. മതി മതി ചാടിക്കയറാൻ പറ്റില്ല. മതി മതി പോവാ. പൂവന്നെ വണ്ടി എടുത്തു. ആവോ ഇത്രയും ആൾ.
എന്താ മൂക്കുത്തിയറിന് എന്താ മൂക്കുത്തി ആ ഇവിടെ ഇവിടെ വരും ലഗേജ് റെഡിയാ ഇപ്പഴും സ്മെല്ല് മാത്രമല്ല ഇത് അവിടെ മാറിപ്പോ ഇത് കനാലിന് കായലിലേക്ക് ഇറങ്ങുമ്പോ ശരിയാവും ഒഴുക്കില്ലാത്തോണ്ടല്ലേ ഏറ്റവും പേരെന്താ മണിക്കുട്ടൻ ആ വെറുതെ വെച്ചിരിക്കണല്ലേ ഒന്നടച്ചാ ഇതിന് നിറയെ ഗ്ലാസ് ആണ് അതുകൊണ്ട് ഇങ്ങനെയാണ് എന്താ വേണ്ട അങ്ങനെ നിന്നാ പോലത്തെ വരാം അതാ അതല്ലേ ഇത് നോക്കിയിട്ട് അതെ വീഡിയോ ആ ഭാരം നോക്കി നോക്ക് അതൊരു ബോട്ട് നോക്ക് അത് നോക്ക് നല്ല കാറ്റുണ്ടാവോ അല്ലേ അങ്ങോട്ട് നല്ല കാറ്റുണ്ടാവോ ഉണ്ടാവൂലേ ഇത് കായലല്ലേ ഇത് ഇവിടെ ഹൗസിംഗ് ബോട്ടൊക്കെ ഒരുപാടുണ്ടല്ലോ അല്ലെ ഹൗസിംഗ് ബോട്ടൊക്കെ ഒരുപാടുണ്ടല്ലോ അല്ലേ അറിയാം അതൊക്കെ ഉണ്ടല്ലേ ഇത്ര ഉണ്ടല്ലോ അറിയാം അതെ അല്ല പിന്നെ അല്ലേ അതെ അതെ അല്ല നമ്മള് അതിലൊരു ദിവസം പക്ഷെ ഓരോടത്ത് എന്താ നിർത്തുള്ളൂ ഇതാണ്ടോ ഇതുണ്ടോ ഇതും ഹൗസ് ബോട്ടാണ് കണ്ടോ ഫ്രിഡ്ജൊക്കെ ഉണ്ട് അതിന്റെ ഉള്ളില് അതെ ഇരുപത്തിനാല് മണിക്കൂർ 23 മണിക്കൂറൊക്കെ ഉണ്ട് അല്ലേ 24 മണിക്കൂർ കിട്ടില്ലല്ലോ അപ്പൊ 12 മണിക്കൂറല്ലേ കിട്ടുക അതാണ് നല്ലത് അതിലാണ് ഫുഡൊക്കെ കിട്ടുക അതെല്ലേ എന്താ ഇവിടെ തിരക്ക് നോക്കി പോയിട്ട് ഇതെങ്ങനെ കറങ്ങിയിട്ടില്ലേ ഇവിടെ എന്താ കാണാനുള്ളത് അമ്മ പറയണ കഷ്ടപ്പെട്ട് ഒരുക്കി പുറപ്പെട്ടു വന്ന് വെറുതെ ഈ അച്ഛനും കൂടെ ഉടക്കും പൊട്ടി പോയിട്ടോ കാടത്ത് വന്നിട്ട് ഇതാ ഒന്ന് ഇവിടെ ഫുള്ള് എത്ര 1 2 3 4 അപ്പൊ ഇതില് 4 റൂം ഉണ്ടാവൂലേ ചേച്ചി ഉണ്ടോ തോണിയില് വരുന്നു 5 എണ്ണം അപ്പുറത്തുണ്ടല്ലേ അതാ ഇവിടെ നോക്ക് ഇങ്ങനെ ചെയ്യണത് ടാറ്റ കൊടുത്തില്ലാന്ന് വേണ്ട എടി ആ കുട്ടീനെ നോക്കി നീട്ടേക്ക് പേടിയാണ് എന്നിട്ട് നീ ഇവിടെ നിൽക്കുന്നത് എന്തുവാരാണ് ആലപ്പുഴ കാണാൻ അല്ല ഇങ്ങനെ പിന്നെ സ്പീഡിയായി പോവാച്ചല്ലേ അവർക്ക് എണ്ണ മുതലാവില്ല അല്ലെ
ഇവിടെ ഉള്ളവർക്കൊക്കെ അതേപോലെ ചെറിയ ചെറിയ ബോട്ട് ഉണ്ടാവുന്നുണ്ടല്ലേ നമ്മുടെ വീട്ടിൽ നമുക്ക് ബൈക്കുള്ള പോലെ. പിന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ അവിടെ കടയ്ക്ക് പോവൊക്കെ ആയിരിക്കും ചിലപ്പോ. അതിന്റെ മുകളിൽ കൂടെ നോക്കി ഗ്യാസ് കുറ്റിയതാ വണ്ടിയില്. എന്താ ലാഭല്ലേ, എണ്ണ അടിക്കണ്ടല്ലോ, തുടങ്ങിയ പോരെ. സൂര്യനെ നമ്മളത് കാണിച്ചതില്ല, ഇത്ര വെള്ളത്തില് അവര് കടല് വെള്ളംകളി ഇവിടുന്ന് ഇന്റീരിയലൊക്കെ ചെയ്തത്. നമ്മള് വെള്ളംകളിയൊക്കെ ടിവിയിൽ കാണുന്നല്ലാണ്ടേ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 3 കിലോമീറ്റർ. ആ ബാക്കോട്ടാണോ, ഫ്രണ്ടോട്ടല്ലേ? ആലപ്പുഴക്കോ? ഞാന് ഗുരുവായൂർക്ക് എന്താ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു തുളസി ഗുരുവായൂരത്തിന് കൊടുക്കാന്ന് പറഞ്ഞാട്ടോ ഇത് പോകുന്നില്ലേ ചേച്ചിമാര്. അല്ല, അവർക്കുള്ള വരുമാനം ഉണ്ടാക്കുകയാണല്ലേ. മുഖ്യന്മാരൊന്നല്ല, എല്ലാവരും ഉണ്ടാവേ. ചത്തിട്ടോ കണ്ണ് തിരുമ്പണം, ഉറക്കം വന്നപ്പോ കിട്ടൂലല്ലേ. ശരി. നോക്ക്. 5 മണി നമ്മളെ ദാദോക്ക് അത് നോക്ക്, കോഴിയൊക്കെ മാമ പറപ്പിക്കും, പേടിക്കും. പിന്നെ ഇവിടെ വന്നപ്പോഴാണല്ലോ തിരയിളകാൻ തുടങ്ങിയത്. ഏയ് വേണ്ട വേണ്ട വേണ്ട. എങ്ങനെ പേടിച്ച് ജീവൻ പോരാ ഇതില് കയറിയപ്പോഴേക്ക്. പിന്നെ അതിലൊക്കെ ഇട്ട് പറന്നു കഴിഞ്ഞാ അതെ. വെള്ളം കളി ഇല്ലേ ഇവിടുന്ന് തിരിച്ച് നമ്മളിപ്പോ വന്നില്ലേ, ആ വഴി തിരിച്ച് അങ്ങോട്ടാ. എനിക്കിഷ്ടല്ല, ഇതെന്നെടാ കുഞ്ഞ കടലേ കാണുമ്പോഴേ പേടിയോടും. ഏതാണ് ഇതാണ്ട ആ കാണുന്നത് കടലാണ്. പൊന്നൂസ് 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 വേണ്ട വേണ്ട, കുരുവാലാവും. അപ്പുറത്തോ വേണ്ട വേണ്ട, എന്ത് ചെയ്യണേ? വേണ്ട വേണ്ട, അതിന്റെ ധൈര്യമൊന്നുമില്ല. ആകെ ഒരു സുഗന്യല്ല, രണ്ടാമതൊരു സുഗന്യല്ല. സതിയെണ്ണ വിളിക്ക്, സതിയെണ്ണ വിളിക്ക്. ഉണ്ണിച്ചക്ക പൊന്നുട്ടിടാ ഏട്ടാ ഏട്ടാ, എനിക്ക് പേടിയൊക്കെ. തലറങ്ങി വീഴരുതിട്ടോ. ആ കേറിക്കോ കേറിക്കോ, ആരെങ്കിലും ഒരാൾ കേറി കേറ്. ഉണ്ണിച്ചക്ക നിങ്ങൾ ആരെങ്കിലും കേറിക്കോ. എന്നാ അമ്മായിയുടെ നീ കേറിക്കേ. പേടിയായിന്ന്
വാണ്ടക്ക് വേണ്ട വേണ്ട പൊക്കള് 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 വേണ്ട പൊക്കോ പൊന്നെ പൊന്നെ ലോക്കലിൽ ഇട്ടോ അത് പൊന്നു പൊന്നു ഉണ്ണിച്ചക്ക പൊന്നുവിനെ നോക്കടാ അവനിങ്ങോട്ട് നോക്ക് മതി 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 രണ്ടാമത് മതി അതാ ഈശ്വര അതത് പോട് പിന്നെ അതാ സുകന്യക്ക് പേടിയില്ല ഇട്ടതൊക്കെ പറഞ്ഞാലോ അമ്മക്ക് പേടിയാ പേടിയെന്ന് ഇനി നീന്തിക്കോള് പറയാനാണ് നിർത്തിയത് ഇതുവരെ പോവും ഇനി നീന്തിക്കോ ഇതിപ്പോ നമ്മളെ കയറ്റിങ്ങനെ അതിനിപ്പോ വൈകുന്നേരം വരെ കയറ്റിയപ്പോ അവര് വന്ന് പറയുമ്പോ നിങ്ങൾ അതിന് പോയാൽ അതായില്ലേ അടിപൊളി അടിപൊളി ഇനി അത് കൊടുത്തിട്ട് എനിക്ക് പൈസ വേണം പറയും എന്നാലേ ഇറക്കി വിടുകയോ അറിയോ മതി 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 വാ 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 മതി മതി ആഴൊന്നുമില്ല നമ്മള് അതാ 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 ആ ഇതില് ഇരട്ടി ഇരട്ടിയാണ് കുണ്ടില്ലേന്ന് ജാക്കറ്റ് ഇട്ടുണ്ടല്ലോ അതെ ഒരു 300 രൂപ നന്നായി കിച്ചേട്ടനൊന്നും അവിടേക്കില്ല കിച്ചേട്ടനൊന്നും അവിടേക്കില്ല കിച്ചേട്ടനിന്റെ പതിരെ വെക്കാറുണ്ട് ഞങ്ങൾ ഓണത്തിന് വരണ്ടേ ഇതിപ്പോ എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയത് ഞങ്ങൾ ഇവിടേക്ക് വന്നതല്ല അതുകൊണ്ടാ ഞങ്ങള് പ്രിപ്പയർഡ് അല്ല ഇതിന് ഓണത്തിന് വരണ്ടേ ഞങ്ങള് ഏട്ടന്റെ പേരെന്താ അജിത്ത് ഓക്കെ എവിടെ സുകന്യ കൈകാലം വർക്കുണ്ടാ സുകന്യക്ക് ഇതൊന്നൊരു വിഷയല്ല ഇതിനെ നമ്മള് പേടിച്ചു എന്നല്ലാണ്ട് സുകന്യക്ക് എന്ത് പേടി ആ അതിപ്പോ ബൈക്കിൽ പോകുമ്പോ തന്നെയല്ലേ വെള്ളത്തിൽ കാണുമ്പോ നമുക്കൊരു പേടിയല്ലേ എങ്ങണ്ടാ സുകന്യ സുകന്യ ചില്ലറ എന്നല്ല കേട്ടോ ശരിക്കും ഞെട്ടിച്ചു സുകന്യ എനിക്ക് പേടിയാണ് ഞാനില്ല ഓപ്പോ സുകന്യ ഇത്രക്കെ ലെവലാണ് അതാ കുട്ടി ഇറങ്ങി കരഞ്ഞോ അവളില്ല പറഞ്ഞത് ജ്യൂസ് വാങ്ങി കൊടുക്കണ്ടാണ് വേറെ ഒന്നല്ല ഏട്ടാ നമ്മക്കില്ലേ 2 മണിക്കൂർ ആയിട്ടില്ല കേട്ടോ 2 മണിക്കൂർ ആയിട്ടില്ലേ നിർത്തിയിട്ടില്ലല്ലോ അവരെന്താ ഈ വണ്ടി ഇത്ര പോവോ നല്ല സ്പീഡ് പോണെങ്കിൽ അതിന് വേറെ അതിന് പൈസ കൂടുതലുള്ള വേറെ വണ്ടിയാ ഞങ്ങളുടെ മുമ്പിലൊന്നും പോയിരുന്നില്ലേ അതിനാണ് അവിടെ നിക്കണൊക്കെല്ലേ അത് നീങ്ങന്നില്ല അത്ര മെല്ലെ അത്ര പോവും 24 മണിക്കൂറൊക്കെ 12 മണിക്കൂറൊക്കെ പിടിക്കുന്നത് മീനിന്റെ മണം ഇതിന് സൈഡിൽ കൂടെ ഉള്ള
വീടുകളൊക്കെ അടിപൊളിയാട്ടോ നോക്കി. അത് വീടുകളല്ലാന്ന്, റിസോർട്ടുകളല്ലേ? റിസോർട്ടുകള്. അതിന് നല്ല രസമായിട്ടുള്ള വീട്. എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പേടിച്ചു. ബസ് സ്റ്റോപ്പ് സംഭവം അത്. ബോട്ട് ഹൗസുകളല്ലേ ഇത്? എന്തിനാടി എല്ലാ കണ്ടോർക്കൊക്കെ ടാറ്റ കൊടുക്കണത്? ലാസ്റ്റില്ലേ കള്ളു കുടിച്ചത് ചെക്കന്മാരാണ് പിന്നാലെ വരും. ആ ഇല്ല സാധാരണ അതിന്റെ മുകളിലുള്ളൊരു മൊത്തം വെള്ളത്തിലാ. നമ്മുടെ വലിയ കനാലിനെക്കാൾ കുറച്ച് വലിപ്പമുള്ളല്ലോ അല്ലേ? 2-3 നേരത്തെ. ആടാ ഈ വാശൂര് വെള്ളത്തിൽ അങ്ങനെ ഏതോ ഒരു ഏരിയയില് ഇല്ലേ? പിന്നെ അത് ആദ്യം വാങ്ങേണ്ടി വരും. ഞാൻ വാങ്ങി തരില്ലേ? നല്ല അത് പറയുന്നിട്ടുണ്ട്. ജോയിന്റ് ഒക്കെ വിട്ടർന്നു അതിന്റെ മൂക്കിന്റെ ഒക്കെ പിടുത്തം വിട്ടർന്നു. പൂവച്ചങ്ങോട്ട് പോയിക്കോട്ടെ. എന്തായാലും ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവം. ഞാൻ അമ്മൊക്കെ കേറി ഭയങ്കര തീരെ പ്രതീക്ഷിക്കാത്തായി പോയി. നമ്മള് മലമ്പുഴ ബോട്ടും കൂടി ഉണ്ടായിട്ടില്ലേ ബോട്ട് കയറില്ല. 600 പേരെ എല്ലാവർക്കും ടാറ്റ കൊടുത്തു. അതിന് കുഴപ്പമൊന്നുമില്ല, ചെലവൊന്നുമില്ല. അല്ല നമ്മുടെ അടുത്ത് നായ്ക്കളമാരൊക്കെ കിച്ചു ഇവിടുത്തെ നായ്ക്കളും മാറ്റൊന്നുമില്ല. എന്തേ കണ്ണുകൂടെ വെള്ളം വന്നേക്കണു. ഇവരെന്നെ നേരത്തെ മീൻ പിടിച്ചാന്നേ. ഇതാണ് മറ്റേ ആന്ധ്രക്കാരത്രേ. നോക്ക് അവരല്ലേ ഇത്? ചെറിയ കുട്ടീനെ കൂടെ ഇങ്ങനെ കയറ്റി. എന്താണ് എത്ര പെട്ടെന്ന് 1 മണിക്കൂർ പോയതില്ലേ? വന്ന വഴി ആ വഴി അവിടുന്ന് കയറി വന്നത്. ഇനി ഒരു റൗണ്ട് കൂടി ഇത് കൂടെ പോയാൽ ശരിയാവും. എന്തൊക്കെ തരം ബോട്ടുകളല്ലേ? ഇതിപ്പോ എന്താ വണ്ടി കൊണ്ടോണോ? കാറും ബൈക്കൊക്കെ കൊണ്ടോണോ? ചെറിയ ഓട്ടോറിക്ഷ പോണില്ലേ? ഇത് 2 വീലർമാര് അവര് വീട്ടില് മാത്രമുള്ള വണ്ടിയുണ്ട്, അവർക്ക് മാത്രമുള്ള വണ്ടി. എത്ര സിമ്പിൾ ആയിട്ട് പോണില്ലേ? ഓ കിച്ചോ പറങ്കിപ്പട ഫ്ലക്സ് ഇവിടെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. സംഭവത്ത് ഇത്രയും വന്നത് ഇതിന് നല്ല വിലയുണ്ട് ഉണ്ടാക്കാൻ. 30,000 50,000 തൊട്ട് 3 കോടി വരെയൊക്കെ ഉള്ളുണ്ട്. രസല്ലേ? അങ്ങോട്ട് മുഖത്ത് നോക്കി ചിരിച്ചൊക്കെ അറിയാം ഉണ്ടെന്ന്. അപ്പൊ പിന്നെ ഇങ്ങനെ 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 കാട്ടാൻ മുണ്ടണ്ട പറഞ്ഞിട്ട് വന്നിട്ടില്ലാട്ടാ. ഇവിടെ വേലിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ സൂര്യ. ഇത് വേലിയ മീൻ പിടിക്കാനുള്ളതാവുന്നുണ്ട് അല്ലേ? ഇതെന്താ അത് ഒന്നും മനസ്സിലായില്ല, അതുകൊണ്ട് അറിയില്ല. കറക്കല് എന്താ ചേട്ടാ കാണുമ്പോ തന്നെ പേടിയ പോയിന്. സോനിക്ക് ഒന്നുകൂടെ കേറണേല് അടുത്ത ബോട്ടിൽ ട്രയൽ കയറ്റി വെച്ചോക്ക്.
ദാദാ ഫോൺ നോക്ക്. അടുത്തത് കൈ കൊടുക്ക്. ഇതെന്തത് വലുപ്പം നോക്കിയൊക്കെ ഇത്. ഇതൊക്കെ ആഹാ ടൈറ്റാനിക് അതാ ഓടും. ടൈറ്റാനിക് ഇത്ര വലുപ്പൊന്നും ഉണ്ടായില്ല. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ടൈറ്റാനിക് തോന്നുന്ന വലുപ്പുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ടൈറ്റാനിക് ആകെ 3 ആള് പോണ. ബോട്ട് ഓ അവര് പകുതി ജീവൻ പോയിട്ടുണ്ടാവോ പേടിച്ചിട്ട്. ഇത് അടിപൊളി പോട്ടല്ലേ. ഇന്റീരിയർ അടിപൊളിയല്ലേ ഇതിന്റെ. മോളില് നോക്ക്. ബാർ പോലെ നോക്കി നോക്ക് മോളില്. ഈ സാധനം നോക്ക്. ഫോൺ നമ്പർ വേറെ. എന്താ ഇത് 300 രൂപ പോക്കതാണ് കേട്ടോ. ഈ പോക്ക് ഇതിനൊരൊറ്റ തിരിക്കല. അതിങ്ങനെ ചിരിക്കുന്നു കാണുമ്പല്ലേ നമ്മുടെ നെഞ്ചാണ് അടയ്ക്കുന്നത്. ഇതൊക്കെ പായല് പോലെ. ബോട്ട് പണി നോക്കിയൊക്കെ നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കേറിക്കൂടെ? എന്താ വരുന്ന വരവില്ലേ? അത് നോക്ക്, അങ്ങോട്ട് നോക്കിയൊക്കെ ബോട്ട് കണ്ടോ? അവസാനം അവര് തല്ലു വാങ്ങിയിരുന്നിട്ടോ. അയ്യോ സുകന്യ ഇതാ അടുത്ത ട്രയൽ വന്നു കേട്ടോ. ഇതാ ഒരാൾക്കട്ടെ 300. വേണ്ട ഏട്ടാ, നിങ്ങള് അപ്പുറത്തെ ആൾക്കൊന്ന് 300 രൂപ. നമ്മളെല്ലാരും കേറുമ്പോഴേക്കില്ലേ പിന്നെ വീട്ടിക്ക് പോണ്ട, ഇവിടെ കായലിലാണ് കിടക്കാം. എന്തായാലും ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ഇപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നല്ലേ. ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ എന്നുള്ളത്. അതിന് കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ട ഒരു അവസരം വന്നു. അതിനൊരു അവസരം വന്നു. അല്ലെങ്കിൽ അതുണ്ടാവില്ല. തൊട്ടിന് ചോറ് കൊടുക്കേണ്ട അവസരം വന്നു. ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല. അല്ല അതിപ്പോ അവിടെ എവിടെ കൊടുത്തേക്ക് ഇപ്പൊ അറിയപ്പോ അതുമില്ല. ഇത്രയൊക്കെ വലിയൊരു അനുഭവം ഉണ്ടാവുമോ അല്ലേ? എന്തിന് ഇത് കേരള സർക്കാർ മറ്റേതാണ്. ഇത് നമ്മളത് റൂട്ട് ബസ് മേലാണേ ആളെ എടുത്തിട്ട് പോണം. ആ ഒന്ന് അവിടുന്ന് തന്നെയല്ലേ. ഇത് ഗവൺമെന്റിന്റെ അത്രേ, ഗവൺമെന്റ് സർവീസ് അത്രേ. ആണ്ട വള്ളംകളി നടത്തുന്നതല്ലേ എല്ലാതാണ് ഉണ്ട്. ആ ഇതല്ലേ സ്റ്റെപ്പുകളല്ലേ, സ്റ്റെപ്പുകളല്ലേ എല്ലാം ഉണ്ട്. ഇതാണല്ലേ ഇവിടെ ഇതല്ലേ കപ്പിന്റെ കപ്പിന്റെതാണല്ലേ ഇവിടെ ട്രോഫിയുടെ ഒക്കെ ഒരു ചിത്രം കണ്ടു. ഈ ഭാഗത്ത് വെച്ചിട്ടപ്പോ നടത്തണുണ്ട്. ഇത്രയൊക്കെ വലുപ്പം മതിയോ? എന്ത് KSRTC ആണ് പറയാ. നമ്മളെല്ലാവരും ഇതേപോലെ നമ്മള് പോവാൻ പറ്റുന്നോ അല്ലെങ്കിൽ ബോട്ടിൽ കയറാൻ പറ്റുന്നോ ഒന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല കേട്ടോ.
പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും പാടെ നമ്മൾ ഒറ്റയ്ക്ക് പോണേക്കാട്ടിലും എല്ലാവരും പാടെ കൂടി പോകുമ്പോൾ അത് നല്ലൊരു രസമാണല്ലോ അല്ലേ. അപ്പോഴേ എന്താ നാളെ നല്ല വീഡിയോ ഒക്കെ ഇട്ട് നാളെ കാണാം കേട്ടോ.